വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ഫസ്റ്റ് യൂണിറ്റിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ്റെ രണ്ട് ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വേർഡ്സ് ഉപയോഗിച്ച് സംസാരിക്കുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആംഗ്യങ്ങളും എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജൊക്കെ ഉപയോഗിച്ച് ആശയം അറിയിക്കുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിലീസ് ഓൺ ക്യൂസ്? അതായത് സൂചനകൾ, ക്യൂസ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. കാരണം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, സയൻസും ജസ്റ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലത്തെ സൂചനകൾ ഉപയോഗിച്ച് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണെന്ന് പറഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ലാംഗ്വേജ് തിയറി റിലീസ് ഓൺ ഓണോമാറ്റോപിയ? ഓണോമാറ്റോപിയ എന്ന് പറഞ്ഞാൽ ശബ്ദാനുകരണം എന്നാണ്. ഓണോമാറ്റോപിയ ആശ്രയിക്കുന്ന ലാംഗ്വേജ് തിയറി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ബൗബൗ തിയറിയാണ്. അതായത് പ്രകൃതിയിലെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്തതാണ് രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു വൺ സെൽഫ് കാൾഡ്? സ്വയം നമ്മോട് തന്നെ സംസാരിക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ്. അതിനാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത്, സെൽഫ് ടോക്ക്, ഇതിനൊക്കെയാണ് നമ്മൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മേക്സ് യൂസ് ഓഫ് ലാംഗ്വേജ്? അതായത് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ലാംഗ്വേജ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫീച്ചർ ഓഫ് ലാംഗ്വേജ് ദാറ്റ് അലൗസ് അസ് ടു ടോക്ക് അബൌട്ട് ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ലാംഗ്വേജ് ഫീച്ചർ ഏതാണ് എന്നാണ് ചോദിച്ചത്. അതിന് ആൻസറാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് നമ്മളിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഇത് നമുക്ക് സംസാരിക്കുന്ന നമ്മുടെ ഭാഷയുടെ കഴിവാണ്. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹൂ പ്രൊപ്പോസ്ഡ് ദ ഡിങ് ഡോങ് തിയറി? അതായത് ഡിങ് ഡോങ് എന്ന തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? മാക്സ് മുള്ളറാണ്. മാക്സ് മുള്ളർ ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ്. ഈ തിയറി അവതരിപ്പിച്ചത് മാക്സ് മുള്ളറാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ ബുക്ക് ഹ്യൂമൻ സ്പീഷീസ്? ഹ്യൂമൻ സ്പീഷീസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിൻ ഒരു പ്രശസ്ത സയൻറ്റിസ്റ്റാണ്. ഹ്യൂമൻ സ്പീഷീസ് എന്ന പുസ്തകത്തിൽ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നു. നയൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ? രണ്ടോ അതിലധികമോ ഉള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ എന്താണ് വിളിക്കുന്നത്? ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 or more persons തമ്മിലുള്ള ആശയവിനിമയമാണ്. 10th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ്? നാച്ചുറൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്താണ് വിളിക്കുന്നത് എന്നാണ്. അതായത് നമ്മൾ നാച്ചുറൽ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്താണ് ഭാഷ വന്നത് എന്നാണ് പറയുന്നത്. അതിനെ എന്താണ് വിളിക്കുന്നത്? ഓണോമാറ്റോപിയ. നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് ഓണോമാറ്റോപിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തുടർന്നുള്ള വീഡിയോകൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക.